മനസാക്ഷി മരവിപ്പിക്കുന്ന ക്രൂരതകളുടെ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളാണ് അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിത്യേന നാം കേൾക്കുന്ന വാർത്തകളിൽ ഭൂരിഭാഗവും നിഷേധാത്മകത വളർത്തുന്ന തിന്മകളുടെ അതിപ്രസരമുള്ളവയാണ്. കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ, മതജാതി വർഗ സംഘടനകൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ, വംശീയ വെറികൾ, വർണ്ണ നിറവിവേചനങ്ങൾ, ആ നിരയങ്ങനെ നീണ്ടുപോകുന്നു. കുടുംബ ബന്ധങ്ങൾ ഏറെക്കുറെ ശിഥിലമായി തീർന്നിരിക്കുന്നു. വ്യക്തിമൂല്യങ്ങളും സാമൂഹ്യ ദൃഢതയും ജീർണതയിലെത്തിയിരിക്കുന്നു. ഒരു തരം യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിലെത്തിയിരിക്കുന്നു ബന്ധങ്ങളേറെയും. ജീൻ പോൾ സാർത്തിന്റെ പ്രസിദ്ധമായ വാക്കുകളുണ്ടല്ലോ, "There is no need for red hot pokers, hell is other people." അപരനാണ് നരകം, മറ്റുള്ളവരാണ് എൻ്റെ ശത്രുക്കൾ എന്ന തത്വചിന്തയിലാണ് ലോകം ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും പല വാർത്തകളും കേൾക്കുമ്പോൾ. സാർത്രിന്റെ തന്നെ വിഖ്യാതമായ നോ എക്സിറ്റ് എന്ന നാടകത്തിലാണ് ഹെൽ ഈസ് അതർ പീപ്പിൾ കടന്നു വരുന്നത്. മരണപ്പെട്ട തീർത്തും അപരിചിതരായ 3 ആത്മാക്കൾ നരകത്തിലെ ഒരു മുറിയിൽ അടയ്ക്കപ്പെടുന്നു. ബുദ്ധിമാനായ എന്നാൽ അവിശ്വസ്തനായ ഗാർസിൻ ഉറച്ച മനബോധ്യമുള്ള ഇനസ് എന്ന സ്ത്രീയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇനസ് ആകട്ടെ ഗാർസിനെ പ്രഥമ ദൃഷ്ട്യാ വെറുക്കുന്നു. അവർ ആകർഷിക്കപ്പെടുന്നത് അവിടെയുള്ള വളരെ സുന്ദരിയായ എസ്തല്ല എന്ന യുവതിയിലേക്കാണ്. എന്നാൽ എസ്തല്ല ആകർഷിക്കപ്പെടുന്നതോ ഗാർസിനിലേക്കുമാണ്. ഈ പ്രയാണത്തിൽ അവരാരും തന്നെ വിജയിക്കുന്നുമില്ല. പകരം അവർ പരസ്പരം അപരന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ശക്തികളായി മാറുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു തരത്തിലും അവർക്ക് പുറത്തു കടക്കാനാവില്ല. മോചനവുമില്ല. ഒരു തരത്തിലുള്ള വ്യതിചലനമോ അസ്വസ്ഥതകളോ ആ മുറിയിൽ സാധ്യവുമല്ല. കാരണം അവിടെ ജനാലുകളോ വാതിലുകളോ പുസ്തകങ്ങളോ കണ്ണാടികളോ ഇല്ല. കണ്ണടയ്ക്കാനോ ഉറങ്ങാനോ സ്വപ്നം കാണാനോ നിവൃത്തിയുമില്ല. കണ്ണാടി ഇല്ലാത്തതിനാൽ തന്നെയോ മറ്റുള്ളവരെ കാണാനും പറ്റില്ല. അവിടെ പിശാചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മറ്റു ശക്തികളോ അവരെ പീഡിപ്പിക്കാനില്ല. അവർ പരസ്പരം തന്റെ ഭാഗങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളെ, പ്രവൃത്തികളെ ന്യായീകരിച്ചുകൊണ്ട് അവർ പരസ്പരം പോരടിക്കുന്നു. തങ്ങളുടെ രഹസ്യ ജീവിതങ്ങൾ, തെറ്റുകൾ വെളിവാക്കപ്പെടുന്നതോടെ സംഗതി കുറെ കൂടി സങ്കീർണമാകുകയാണ്. അവിടെ കഴിയുന്ന നാളുകൾ പെരുകും തോറും അവരുടെ രഹസ്യ ജീവിതങ്ങൾ അപരർക്ക് കുറെ കൂടി അനാവൃതമാക്കപ്പെടുകയാണ്. അവർ തമ്മിലുള്ള സഹവാസം ഏറി വരുന്നതിനനുസരിച്ച് തന്നെ പരസ്പരമുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും തീവ്രകരമാകുന്നു. അപരരോടൊത്തുള്ള തങ്ങളുടെ ജീവിതം ഏറെ ക്ലേശകരവും സങ്കീർണകരവുമായി തീരുകയാണ്. അപരരോടുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ, മുൻവിധികൾ മാറ്റാനോ നിയന്ത്രിക്കാനോ സാധിക്കാത്ത തരത്തിൽ അവർ 3 പേരും എത്തിച്ചേരുന്നു. നാടകാവസാനത്തിന് മുമ്പ് ഗാർസിൻ പറയുന്നു, "So this is hell. I would never have believed it. You remember all we were told about the torture chambers, the fire and the brimstone, the burning wall, old wives' tales. There is no need for red hot pokers. Hell is other people." ചുരുക്കി പറഞ്ഞാൽ ശാരീരിക പീഡനമല്ല നരകം സൃഷ്ടിക്കുന്നത്. പ്രത്യുത അപരർ സൃഷ്ടിക്കുന്ന വൈകാരിക മാനസിക പീഡനമാണ് യഥാർത്ഥ നരകം സൃഷ്ടിക്കുന്നത്. റെഡ് ഹോട്ട് പോക്കർ എന്നത് ലില്ലി വർഗത്തിൽപ്പെട്ട ഒരു തരം ചെടിയാണ്. പൂക്കളുടെ താഴ്ഭാഗം മഞ്ഞയും മുകളിൽ ചുവപ്പുമുള്ള ചെടി. നാടോടി കഥകളിൽ ഈ ചെടി അധികാരത്തിന്റെ, സംരക്ഷണത്തിന്റെ പ്രതീകമാണ്. തന്റെ വർണ്ണ പകിട്ടിനാൽ ദുഷ്ടശക്തികളെ ഈ ചെടി അകറ്റി നിർത്തും എന്നൊരു വിശ്വാസവുമുണ്ട്. അനുദിനം നാം കേൾക്കുന്ന, നമ്മെ തളർത്തുന്ന നിഷേധാത്മകമായ സംഭവ പ്രളയങ്ങൾക്കിടയിലും ആശ്വാസത്തിന്റെ, കരുതലിന്റെ, പങ്കുവയ്ക്കലിന്റെ ധാരാളം മുഹൂർത്തങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ചേർത്ത് പിടിക്കാനുള്ള കരങ്ങളും താങ്ങി നിർത്താനുള്ള തോളുകളും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചെറിയ സംഭവമായിരുന്നു 2021 ജർമ്മനിയിൽ ഉണ്ടായത്. ജർമ്മനിയിലെ റോദർഫെൻ എന്ന സ്ഥലത്തെ പ്രാദേശിക ബൈക്കേഴ്സ് ഗ്രൂപ്പുകളിലെ ഒരു അംഗത്തിന്റെ മകനായിരുന്നു കുഞ്ഞ് കിള്ളിയാൻ സാസ്. 6 വയസ്സ് മാത്രം പ്രായം. പക്ഷെ അതിനകം തന്നെ മാരകമായ രക്താർബുദം കിള്ളിയനെ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു.
രക്ഷപ്പെടാൻ ഒരു വഴികളുമില്ലെന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തി. എണ്ണപ്പെട്ട ദിവസങ്ങളുമായി കുഞ്ഞു കിള്ളിയാൻ ജീവിക്കുകയാണ്. ദുഃഖത്തിന്റെ മഹാദുരന്തത്തിന്റെ വഴികളിലൂടെ കുടുംബം കടന്നു പോകുകയാണ്. ഇനി അധിക നാൾ ആ കുഞ്ഞിളം മൊഴികൾ കേൾക്കാനാകില്ല എന്ന തിരിച്ചറിവ് അവരെ ആകപ്പാടെ തളർത്തി. ഓമനിച്ച് കൊതിത്തീരും മുമ്പേ മക്കൾ വിട്ടു പോകുന്നതിനേക്കാൾ വലിയ ദുരന്തം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുണ്ടോ? വലിയ പ്രതിസന്ധിയിലൂടെ കുടുംബം നീങ്ങുകയായിരുന്നു. കുഞ്ഞ് കിള്ളിയൻ ആണെങ്കിലോ തൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ബൈക്കുകളിലും സ്പോർട്സ് ബൈക്കുകളിലും അതീവ തൽപരനായിരുന്നു. കിള്ളിയന്റെ അവസാന നാളുകളിലെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് കുടുംബം തീരുമാനിച്ചു. ബൈക്കുകളിൽ അതീവ തൽപരനായിരുന്ന കിള്ളിയന്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കുറെ ബൈക്കുകൾ ഒന്നിച്ചു കാണുക എന്നത്. അവന്റെ ആ ആഗ്രഹം നിവർത്തിക്കുവാൻ ബൈക്കർ ക്ലബ്ബ് മെമ്പറായിരുന്ന റാൽഫ് പീച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ 2021 ജൂലൈ 20 ഒരു പോസ്റ്റ് ഇട്ടു. നോയ്സ് ഫോർ കിള്ളിയൻ എന്നൊരു ക്യാമ്പയിനും ആരംഭിച്ചു. കുഞ്ഞു കിള്ളിയന്റെ അവസാന ആഗ്രഹങ്ങളിൽ ഒന്നാണ് കുറച്ച് ബൈക്കുകൾ ഒരുമിച്ച് കാണുക എന്നത്. തന്റെ വീടിന്റെ മുമ്പിലൂടെ ബൈക്കുകൾ ഹോണടിച്ച് കടന്നു പോകുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കുന്നു. വരേണ്ട തീയതിയും അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. 10-15 ബൈക്കുകൾ എത്തുമെന്ന് കുടുംബം പ്രതീക്ഷിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ആ ദിവസം 2021 ജൂലൈ 24 വന്നെത്തി. റോദർ ഫെന്നിനെ, ജർമ്മനിയെ, ലോകത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു അന്നവിടെ അരങ്ങേറിയത്. കിള്ളിയന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പാഞ്ഞെത്തിയത് 100-1000 ബൈക്കുകളായിരുന്നില്ല, മറിച്ച് 15,000-ത്തിലധികം ബൈക്കുകളായിരുന്നു. Wir haben es organisiert, wir haben den Post gemacht dazu, haben dazu aufgerufen, zu dieser Aktion Krach für Kilian. Mit diesem Zulauf in der Größenordnung haben wir nicht gerechnet. Wir haben mit viel gerechnet, aber dass das so durch die Decke geht. ബൈക്കുകളെ കൊണ്ട് റോദർ ഫെൻ നിറഞ്ഞു. നിശ്ചയിക്കപ്പെട്ട 3 മീറ്റിംഗ് പോയിന്റുകളിൽ ബൈക്കുകളെല്ലാം ഒത്തുകൂടി. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ ഈ ബൈക്കുകളെല്ലാം കിള്ളിയന്റെ വീടിന് മുമ്പിലൂടെ ഒരു റാലി പോലെ ചെറിയ ഹോണുകൾ അടിച്ച് കടന്നുപോയി. വീടിന് പുറത്ത് അലങ്കരിച്ച ഒരു കസേരയിൽ കുഞ്ഞു കിള്ളിയൻ ഇതൊക്കെ ഇരുന്ന് മനസ്സ് നിറയെ കണ്ടു. ഹോണടിച്ച് കടന്നു പോകുന്ന ഓരോ ബൈക്കുകളെ നോക്കിയും അവൻ കൈവീശി കാണിച്ചു. നേരിട്ട് ഉമ്മകൾ കൊടുത്തു. ഉമ്മകൾ വായുവിലേക്ക് എറിഞ്ഞു. ഒട്ടേറെ പേർ വന്ന് കെട്ടിപ്പിടിച്ചു. ചിലർ അവനെ എടുത്തുയർത്തി ഒക്കത്തിരുത്തി കൊഞ്ചിച്ചു. സമ്മാനങ്ങൾ നൽകി. അവിടെ കൂടി നിന്നവർക്ക്, വീട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് ഇതൊക്കെ അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു. അവരിൽ പലരും വാവിട്ട് കരഞ്ഞു, പരസ്പരം ആശ്വസിപ്പിച്ചു. കിള്ളിയന്റെ ആഗ്രഹം നിറവേറ്റാൻ ആ നാട്ടിൽ നിന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് വണ്ടി ഓടിച്ചു വന്നവരും ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ നിന്നും മാത്രമല്ല, യൂറോപ്പിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്നും ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ഒട്ടേറെ പേരുണ്ടായിരുന്നു. ഈ സംഭവത്തിന് 1 മാസത്തിന് ശേഷം കിള്ളിയൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ ഒരു കുഞ്ഞിന്റെ അവസാന ആഗ്രഹത്തിന് ഒപ്പം ചേർന്ന 10,000 ഒരു കാര്യം വിളിച്ചോതി: മാനവികത മരിച്ചിട്ടില്ല.
മനുഷ്യത്വവും സാഹോദര്യവും പരലോകം പോകിയിട്ടില്ല. നന്മ ഇപ്പോഴും ഇവിടെയുണ്ട്. സ്നേഹത്തിന്റെ പൂക്കളും നിറങ്ങളും കൊഴിഞ്ഞിട്ടില്ല. അന്ധകാരത്തെ പഴിക്കുന്നതിനേക്കാൾ നന്മയുടെ, സ്നേഹത്തിന്റെ, പുഞ്ചിരിയുടെ ഒരു നുറുങ്ങുവട്ടം തെളിയിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ലോകം കുറെ കൂടി മനോഹരമാകും.